നമ്മുടെ നിയമസഭയിലേക്ക് ഒന്ന് പോകാം. അവിടെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ MLA സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഭരണ പ്രതിപക്ഷ പോരിന്റെ മുൾമുനയായിരുന്നു മാത്യു കുഴൽനാടൻ സംസാരിക്കുന്നു. ഷംസുദ്ദീന് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ബി നന്ദകുമാറിന് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് ഈ കമന്റ്സ് ഉണ്ടല്ലോ, ഈ കോറസ് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. ഈ കോറസ് രണ്ടു പക്ഷത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. കോറസ് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ശ്രീ രണ്ടു പക്ഷവും ഒരു ഹെൽത്തി ഡിബേറ്റിന് രണ്ടു പക്ഷവും സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഉബൈദുള്ള ഞാൻ കേട്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് വോയിസ് റെസ്റ്റ് ആണ്. മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ആരോഗ്യ പ്രശ്നം ഉണ്ടായത് യാദൃശ്ചികമായിരിക്കാമെന്ന് N ശംസുദ്ദീൻ പരിഹസിക്കുന്നുണ്ടായിരുന്നു. മുതിർന്ന അംഗത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരം പരാമർശം ഉണ്ടാകരുതെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ RSSുമായി ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ ചെയ്തതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ മാറ്റിയതിന്റെ പശ്ചാത്തലം നോട്ടീസ്. ഇവിടെ ചരിത്രം പറഞ്ഞ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക സാർ. ഞങ്ങൾക്ക് അതിന്റെ ചരിത്രത്തിന് മറുപടി ചെയ്യാൻ സമയമില്ല. ചരിത്രം പറയാനാണെങ്കിൽ ഒരേ ഒരു വരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം. ചരിത്രത്തില് RSSുമായി സംഘപരിവാരമായി ആർക്കാണ് ബന്ധമെന്ന് അന്വേഷിച്ചാൽ സാക്ഷാൽ 1977 സാക്ഷാൽ പിണറായി വിജയൻ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ഇതേ നിയമസഭയിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചരിത്രത്തിലേക്ക് കടക്കാൻ ആളല്ല, ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സർ, ഞാൻ പറയുന്നു, ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഈ ചർച്ചയെ വീക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇന്ന് കേരളത്തിന്റെ മുമ്പില് അന്തരീക്ഷത്തിൽ ഒരു ചിത്രമുണ്ട്. അതായത് RSSും CPM തമ്മിൽ വലിയ ഒരു ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ നടത്തുന്നുവെന്ന് CPM സഖാക്കന്മാർ പോലും സംശയിക്കുന്നു. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നാണ് സംശയം. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അതോറിറ്റിയും പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ല. ഒരു എവിഡൻസും കൊണ്ടുവരാനുള്ള ഒരു അന്വേഷണ ഏജൻസി ഞങ്ങളുടെ കയ്യിലില്ല. അതേസമയം അതെല്ലാമുള്ള സർക്കാർ ചെയ്യുന്ന എന്താണ്? എല്ലാ രീതിയിലും മറച്ചു പിടിച്ചു. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഷംസുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ച 6/10/2024 നിങ്ങൾ ആ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങളോട് പറയേണ്ട സർ, പൊതുസമൂഹത്തോട് പറയണ്ടേ? എന്താണ് പറയാത്തത്? അവിടെ നിങ്ങൾ മൂടി വെക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ഒരു കേസിന് ഡയറക്റ്റ് എവിഡൻസ് മുമ്പിലില്ലെങ്കിൽ നമ്മളെല്ലാം സ്വീകരിക്കുന്ന ഒരു മാർഗം സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് പറയും കോടതിയിൽ. സാഹചര്യ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ബ്രേക്ക് ചെയ്യാതെ ഉണ്ടാവണം. ആ ചെയിൻ ഓഫ് ഇവന്റ്സ് എല്ലാം ഒരേ കാര്യത്തിലേക്ക്, ഒരേ ഗിൽറ്റിലേക്കായിരിക്കണം പോയിന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ചെയിൻ ഓഫ് ഇവന്റ്സ് നമുക്കൊന്ന് പരിശോധിക്കാം സാർ. എന്താണ് ഞാൻ പറയുന്നത്? ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങിയാൽ ADGPയെ മാറ്റേണ്ട സാഹചര്യം എത്രയോ നാൾ മുമ്പ് റൈസ് ചെയ്താണ്. ഒരു വർഷം മുമ്പ് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും CMനും ആഭ്യന്തരമന്ത്രിക്കും അറിവ് കിട്ടിയിട്ടും അതിൽ ആക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ വന്നു. പൂരം അല്ലെങ്കിൽ ഇവിടെ നടത്തിയ നിരവധിയായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ADGPയുടെ പുറത്തു വന്നു. ഭരണകക്ഷിയായിട്ടുള്ള MLA തന്നെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ഘടകകക്ഷിയായ CPI ഈ കാര്യം ശക്തമായി ഉന്നയിച്ചു. എന്നിട്ടും ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേ ദിവസം വരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സാഹചര്യം നിലനിൽക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് CM അദ്ദേഹത്തെ ഇത്രമാത്രം സംരക്ഷിക്കുന്നത്? ആ കാര്യത്തിന് ജനത്തിന് മറുപടി പറയണ്ടേ? എന്നിട്ട് മാറ്റുമ്പോ എന്തിനു വേണ്ടി മാറ്റി, എന്തുകൊണ്ട് മാറ്റി എന്ന് പറയാനുള്ള ആർജവം ഈ സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും ഇല്ലാതെ പോവുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ സാർ, ഇതിനു മുമ്പ് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല സാർ. കാരണം ഈ യഥാർത്ഥത്തില് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങൾ ആലോചിക്കാം. ഞാൻ പറയുന്നു, ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സാധാരണ സഖാക്കൾ ആലോചിക്കുന്നുണ്ട്, CPM പോലൊരു പാർട്ടി, എന്റെ പാർട്ടിയിലെ എത്രയോ സഖാക്കന്മാരെ വെട്ടിക്കൊന്ന RSS സംഘപരിവാർ BJPയോട് എന്തിനിത്ര വിധേയപ്പെടണം എന്ന് സാധാരണ സഖാക്കന്മാർ ആലോചിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി ഈ പാർട്ടിയെ ഇതുപോലെ RSSന് അടിയറ വെക്കുന്നു? അതിന് കാരണമുണ്ട് സാർ. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലായത് 31/1/2024 ഞാൻ പറയട്ടെ, 31/1/2024 മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീലിംഗ്സിൽ SFI അന്വേഷണം പ്രഖ്യാപിച്ചതിന് വേണ്ടിയാണെന്നറിയോ? അതായത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ കോടതി വിധി പറയാൻ തയ്യാറെടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളിതാ അന്വേഷണം ആരംഭിച്ചു എന്ന്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും ആ കേസ് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു സാർ. 8 മാസം സമയമാണ് കൊടുത്തത്. കറക്റ്റായിട്ട് 8 മാസം പൂർത്തീകരിച്ചു. എന്താണ് ഇതുവരെ SFI അന്വേഷണം പുറത്തു വരാത്തത്? അതിന് പിന്നാലെ ഞാൻ ചോദിക്കട്ടെ, ADGP മാത്രമാണോ
SFIയിലൂടെ DYFIയിലൂടെ CPMയിലൂടെ വന്ന് എല്ലാ പടിയും കയറി നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ആ കൺവീനറായിരുന്ന EP ജയരാജൻ എന്തിനാണ് സാർ ജാവേദ്കറുമായി ചർച്ച നടത്തിയത്? ചുമ്മാ വഴിയെ പോകുമ്പോ വീട്ടിൽ കയറി വന്നാന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് മാത്രമാണോ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കൺവീനറായിരുന്ന EP ജയരാജനെ മാറ്റേണ്ടി വന്നു? എത്ര ഇൻസ്റ്റൻസ്, ഒന്നല്ല ഒരുപാട് ഇൻസ്റ്റൻസ് RSSുമായി ബന്ധം CPMുമായി സ്ഥാപിക്കുന്നു. നിങ്ങൾക്ക് മറുപടിയില്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. നിങ്ങളുടെ ഘടകകക്ഷിയായ CPI നിരവധി വട്ടം ഇത് ആരോപിക്കുന്നു, ആക്ഷേപിക്കുന്നു, ഉയർത്തുന്നു, മറുപടിയില്ല. ഇത് കാണിക്കുന്നത് CPMും RSSുമായിട്ടുള്ള ബന്ധം. ഇനിയിപ്പോ ഇവിടെ വായിച്ചില്ലേ സാർ, ഇപ്പോ ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു. ഈ ജഡ്ജ്മെന്റ് സാധാ ഇപ്പോ BJPക്കാരുടെ പ്രസംഗം എന്താണ്? BJPയുടെ പ്രസംഗം കേട്ട പൊതുയോഗത്തിൽ പ്രസംഗമില്ലേ? സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. സുരേന്ദ്രനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സാർ? ആ ജഡ്ജ്മെന്റ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഔദാര്യത്തിലാണ് സാർ സുരേന്ദ്രൻ കുറ്റവിമുക്തനായത്. BJPയുടെ RSSന്റെ ഈ ചെയിൻ ഓഫ് ഈവന്റ്സ് എന്തിനു വേണ്ടി? നിരവധി സഖാക്കന്മാരെ വെട്ടിക്കൊന്ന RSSന്റെയും സംഘപരിവാറിന്റെയും കീഴിൽ ഈ പാർട്ടി അടിയറ വെച്ച് ഈ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും ചോർത്തിക്കളഞ്ഞത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാർ. ഈ SFI അന്വേഷണം പുറത്തു വരാൻ പോകുന്നില്ല. അതിന്റെ 8 മാസം കഴിഞ്ഞില്ലേ? നിങ്ങൾ ആരും എന്തേ അന്വേഷിക്കാത്ത, എന്തേ നടപടി വരാത്ത? ഈ 3 ഹൈക്കോടതികൾ തള്ളിക്കളഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ, ഞാൻ ചോദിക്കട്ടെ, ഈ ഡൽഹി ഭരിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ ജയിലിലിട്ട BJP സർക്കാരിന് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചാൽ ചുറ്റുമുള്ള എവിഡൻസ് പ്രളയം പോലെ എവിഡൻസ് ആണ്. പ്രളയം പോലുള്ള എവിഡൻസ് ചുറ്റുമുള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ഇതെല്ലാം കാണിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൺകൂടിയ അങ്ങ് പ്രസംഗിച്ചോ? ഈ ചന്ദ്രശേഖരൻ അങ്ങ് പ്രസംഗിച്ചോ? 11 മിനിറ്റ്. സർ, ഇവിടെ RSSനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഉമയാവതാരകൻ തുടർന്ന് സംസാരിക്കുന്നവരെല്ലാം അത് സൂചിപ്പിക്കേണ്ടായി. ഈ RSSന്റെ രൂപീകരണം തൊട്ട് തന്നെ അവരുടെ ലക്ഷ്യമെന്താണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മതന്യൂനപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമെതിരായിട്ടാണ് അതിൻ്റെ നിലപാടെന്നും ഹിന്ദു രാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമാണ് ആ സംഘടനയുടെ നിലനിൽപ്പെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയൊരു സംഘടനയുമായി ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് ബന്ധമുണ്ടെന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്.